സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ള വിശ്വാസം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് എന്താണെന്നറിയാമോ? എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ചോദിക്കും, ഇത്ത എന്നും ഇങ്ങനെ തന്നെയല്ലേ? അല്ല, നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ വെറൈറ്റി സ്നാക്സുകളാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റി സ്നാക്സാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് കാണാനും അതുപോലെ തന്നെ ഇന്നും എനിക്ക് കുറേ പേരിങ്ങനെ ഇടുന്നുണ്ട് ഹായ് പറയണമെന്ന് പറഞ്ഞ്. ഇന്ന് ഞാൻ 3 പേരുടെ പേര് പറയും. അതേപോലെ തന്നെ ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട്, അമിത എന്താണ് എൻ്റെ വീഡിയോയ്ക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, വീഡിയോ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന്. അതുകൊണ്ടിട്ട് ചിലവർക്കൊന്നും കാണാൻ പറ്റും. വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട്. ഒന്നും വിഷമിക്കണ്ട, ഇടവിട്ട ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ 4:30 മണിക്ക്, വൈകിട്ട് 4:30 മണിക്ക് എൻ്റെ വീഡിയോ വരും. നിങ്ങൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തുറന്ന് നോക്കിക്കോളെ, തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. എൻ്റെ വീഡിയോ 4:30 മണിക്ക് ഇന്ന് ഇട്ടാൽ നാളെ ഇല്ല, അതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ. അപ്പം നമ്മൾക്ക് കുറച്ച് പേരുടെ പേര് പറയട്ടെ, ഒരു 3 പേരുടെ പേര് ഞാൻ പറയട്ടെ. അപ്പം ഞാൻ ഈ കുട്ടികളുടെ പേര് എഴുതി വെച്ചിരിക്കുകയാണ്, ഒന്നും തോന്നരുത്, വിട്ടുപോവാതിരിക്കാനാണ്. ഷാന മോൾക്ക് അഫ്നാസ് 2 അഫ്നാസ് ഉണ്ട്. ഷാജിദ, ബിന്ദിയ, റസിയ. അപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയാണ്. ഒരു ബിഹായും കൂടി ഉണ്ട് എൻ്റെ വക. ഞാൻ ഈ പേപ്പർ താഴെ വെച്ചിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾക്ക് കിച്ചണിലോട്ട് പോയാലോ? എൻ്റെ സ്നാക്സ് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നമ്മൾക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ നമ്മൾക്കിവിടെ ഒരു ചെറിയ മുറി തേങ്ങ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടേ ഞാൻ ഗ്യാസ് ആദ്യം കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്യാസ് കത്തിച്ചത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പം ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിലോട്ട് തന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത് കുറച്ച് കിസ്മസ്. ഇത് ഞാൻ കറുത്ത കിസ്മസ് ആണ്, ഞാനിവിടെ ഉണക്കിയതാണ്. ഇതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കട്ടെ. അപ്പം ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന നേരം കൊണ്ടിട്ട് നമ്മൾക്കിതേ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 5-6 ഈന്തപ്പഴം ഉണ്ടായിരുന്നു, അത് ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയതാണ്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്, അപ്പം നമ്മളിപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഞാൻ കിസ്മസ് വെള്ള കിസ്മസ് അല്ല, കറുത്ത മുന്തിരിയുടെ ഞാൻ ഉണക്കിയതാണ്, അതും ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കുറച്ച് ഏലക്കയുടെ ഞാൻ 3 ഏലക്ക പൊടിച്ചത്, അത് മിക്സിയിലിട്ട് പൊടിച്ചതല്ല, ഞാൻ കയ്യിലിട്ട് തന്നെ പൊടിച്ചതാണ്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അപ്പം നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ ടേബിൾ സ്പൂണോളം പഞ്ചസാര. ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി, കൂടുതൽ ഇടേണ്ട കാര്യമില്ല. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ഇതെല്ലാം കൂടി ഈ പഞ്ചസാര മെൽറ്റായി വരുമ്പോഴേക്കും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യണമെന്നുള്ളത് കാണാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു ഏത്തപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒടിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒറ്റ ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് വരട്ടെ. അപ്പം ഞാനിവിടെ നേന്ത്രപ്പഴം അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ വീട്ടിൽ എപ്പോഴും പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി പുട്ട് എന്താണെങ്കിലും ബാക്കി വരാതിരിക്കില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ മാറ്റട്ടെ. അപ്പം അപ്പോൾ പുട്ട് ബാക്കി വന്നാൽ വൈകിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ ഇവിടെ എൻ്റെ മോൻ കഴിക്കില്ല, പുട്ടേ ഇഷ്ടമല്ല. പക്ഷേ ഞാനിവിടെ പുട്ടൊക്കെ ഉണ്ടാക്കും, എനിക്കിഷ്ടമാണ്. അപ്പം ഇന്ന് രാവിലെ എനിക്ക് ഉണ്ടാക്കിയ പുട്ട് ബാക്കി വന്നതാണ്. അപ്പം ഇതിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ മക്കൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ കഴിക്കും. അപ്പം ഇതൊന്ന് നല്ലപോലെ പൊടിച്ചിട്ട് ചെയ്യാൻ പോകുന്നത് കണ്ട
ഈ എടുത്തുകൊണ്ടെന്ന് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം പേസ്റ്റ് ആക്കിയില്ലേ, അത് നമ്മൾക്ക് ഇതിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് എങ്ങനെ അപ്പൊ രണ്ട് ഏത്തപ്പഴവും നമുക്ക് ആരോഗ്യമാണ്, ഒട്ടും നല്ലതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നല്ലപോലെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്കിത് നല്ല പോലെ അങ്ങോട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഈ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ തന്നെ കഴിക്കാൻ പറ്റുമോ? കുഴച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ല, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാം. കാരണം പുട്ടും പഴവും കഴിക്കാൻ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ട് അരിപ്പൊടി ചേർത്തില്ല. എൻ്റെ ഇക്കടെ ബുദ്ധി നോക്കിയേ, പടവലങ്ങാനെ പോലെ താഴോട്ടാണ് വളർച്ച. പടവളങ്ങി ഇങ്ങനെ കീപ്പോട്ടേക്കല്ലേ പോകുന്ന എന്ന് പറഞ്ഞ പോലെ ഇക്കിപ്പൊ കീപ്പോട്ടേക്ക് ആയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഞാൻ കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളുടെ ഇവിടെ കുഴച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതില്ലേ, ഇതുപോലെ ഒരു ഉണ്ട എടുക്കാം. എൻ്റെ കയ്യിൽ ലേശം എണ്ണ ഒന്ന് തടയിക്കോട്ടെ കേട്ടോ. 4 മണിക്ക് നമ്മുടെ മക്കളെ പറ്റിക്കാൻ പറ്റി ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മുടെ മക്കളെ പറ്റിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത്. ഇതിലോട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് അടച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പുട്ടാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല കേട്ടാ. ഇതൊരു ഗസ്റ്റ് വന്നാലും നമ്മൾക്കിത് തയ്യാറാക്കി കൊടുക്കാം. ഇത് ഒരിക്കലും ഇതൊരു പുട്ടാണെന്ന് മക്കളോടും പറയാൻ നിൽക്കരുത്. അപ്പോൾ വീണ്ടും അവർക്കൊരു പുട്ടുകൊണ്ടല്ലേ എന്ന് പറയും. അപ്പം ഇതുപോലെ ഡിസൈന് നമ്മൾക്ക് ഏത് രീതിയിൽ വേണേൽ, വേറെ കട്ട്ലേറ്റ് രീതിയിലോ പിന്നെ അങ്ങനെ എന്ത് വെള്ളമാക്കിയിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാം. കണ്ട, ഞാനിപ്പോൾ ഇതൊരു ഉന്നക്കയുടെ മോഡലിലാണ് ഫില്ല് ഇതാക്കുന്നത്. ഉന്നക്കായ മത്തക്കായ ഇതിവിടെ മാറ്റി വെക്കട്ടെ. അതുപോലെ ഞാൻ ഒരെണ്ണവും കൂടി ഞാൻ കാണിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയിട്ട്. ഇതിപ്പോ കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് 3 ആളല്ലേ ഉള്ളൂ. കട വർത്താനം കേട്ട എല്ലാം അങ്ങോട്ട് തിന്നണ പോലെയാണ്. ഇത് ഒരെണ്ണം പോലും തിന്നൂല ആള്. മനസ്സിലായി? ഇതൊക്കെ ഞങ്ങള് തന്നെ ഇത് തിന്നിക്കാക്ക് ഇങ്ങനത്തെ പൊരിപ്പലാരങ്ങളാ അങ്ങനത്തെ ഒന്നും ഇക്ക കഴിക്കാറില്ല. ഇക്കാക്ക് ഇഷ്ടമുള്ള ഒന്നുണ്ട്, പരിപ്പ് വട. അതാണെങ്കിൽ ഇക്ക കഴിക്കും, അല്ലാത്ത ഒന്നും ഇക്ക കഴിക്കില്ല. ഇക്കടെ വർത്താനം കാട്ടി ഇവിടുത്തെ എല്ലാ സാധനം ഇക്ക അകത്താക്കണ പോലെയാണ് അല്ലേ എന്നേ? കാശ് കൊടുക്കണ്ടല്ലോ. അത് ശരിയാണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഞാൻ റസൂം തന്നെയാണ് തിന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണത്. ഇക്കൊണങ്ങിയിരിക്കണതിന്റെ രഹസ്യം അതൊക്കെ തന്നെയാണ്. ഇതും കൂടി നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാനിത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചേക്കട്ടെ. ഇപ്പോൾ ഒന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ട അത് ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ ബാക്കിയുള്ള കൂടി വേഗം ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ചെറിയ കിച്ചണിലോട്ട് പോകാം. അപ്പൊ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമുക്ക് അപ്പൊ ഞാൻ പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒത്തിരി നേരം വെക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ കൊള്ളണതേ ഇടണുള്ളൂ. ആദ്യം നമുക്കൊരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. തീ എടുക്കുമ്പോൾ പൊട്ടിപ്പോകരുതല്ലോ. അപ്പൊ ഇത് ഇവിടെ തീ ഒന്ന് ലേശം ഒന്ന് ഞാൻ കുറയ്ക്കട്ടെ കേട്ടോ. തീ ഇപ്പൊ ഞാൻ എണ്ണ നല്ലപോലെ ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. ഇക്കനെ വഴക്ക് പറയണേന്ന്. തീരെ ചെറിയ ചട്ടിയിലാണ് ഞാൻ ഇവിടെ നിന്ന് വെച്ചത്. 3 എണ്ണം ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇക്ക പറഞ്ഞ എന്താന്ന് പറയുമ്പോ, നീ എന്നെ പടവലങ്ങാന്ന് പറഞ്ഞു. ഇപ്പൊ നീയാണ് സ്വയം പടവലങ്ങയാണത്. സംശയം എന്താണെങ്കിലും ഇതൊന്നും മൊരിഞ്ഞു വരട്ടെ. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ലോണം മൊരിഞ്ഞിട്ട് നല്ല എന്താ. ഞാനത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇനി ഞാൻ അടുത്തതും കൂടി ഇട്ട്
ഒരു സെറ്റും കൂടി ഉണ്ട് ഇടാനായിട്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തീയൊന്ന് കുറച്ച് വെച്ചതാണ്. ഇത് ഞാൻ ഇന്നുള്ളത് 4 എണ്ണം ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഇവിടെ കിടന്നൊന്ന് വരിയട്ടെ, എന്നിട്ട് ഞാൻ കോരി എടുക്കുമ്പോൾ കാണും. അപ്പം ഞാൻ ലാസ്റ്റ് ഉള്ളതും കൂടി അങ്ങോട്ട് കോരി എടുക്കുകയാണ്. എൻ്റെ മക്കളിത് കണ്ടിട്ട് ഉമ്മാമാരോട് ഉണ്ടാക്കി തരാൻ പറയണോ കേട്ടാ. നിങ്ങൾ പുട്ടൊക്കെ തിന്നാത്ത പിള്ളേരൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടാ. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊന്ന് തിന്നണതൊന്ന് കാണണ്ടേ. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, നല്ല ഈന്തപ്പഴവും മുന്തിരിയും ചൂടുണ്ട്. ചൂടുണ്ട് പൊന്നെ, പക്ഷെ ചൂടോട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പുറമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എനിക്ക് ചൂടുള്ളതുകൊണ്ടിട്ട് വിചാരിച്ച രീതിയിൽ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇത് ഞാൻ ഫുള്ളും കഴിക്കട്ടെ കേട്ടാ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെയില്ല. ഒരിക്കൽ കൂടെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടിട്ട്, ചൂട് കൊണ്ടിട്ട് എൻ്റെ വായ പൊള്ളിയെ, ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാമിൻ്റെ താത്ത. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ എല്ലാ മക്കളും എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. എൻ്റെ ഈ തീറ്റ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.